എല്ലാ കാര്യങ്ങൾക്കും വൃത്തി വേണമെന്ന് ആഗ്രഹിക്കുന്നത് OCDയുടെ ലക്ഷണമൊന്നുമല്ല. ഞാൻ ഇരിക്കുന്നിടവും സർവൈവ് ചെയ്യുന്നിടവും ഒക്കെ വളരെ വൃത്തിയുള്ളതാക്കി വെക്കണമെന്ന് ആഗ്രഹിക്കുന്നതും OCDയുടെ ലക്ഷണമല്ല. അടുക്കും ചിട്ടയുമായിട്ട് കാര്യങ്ങളെല്ലാം നമ്മൾ വെച്ച് കഴിഞ്ഞതിന് ശേഷം അതങ്ങനെ ഇരിക്കാണ്ട് വരുമ്പോൾ വല്ലാതെ ബോധരായിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യമൊക്കെ വരുന്നതും OCDയുടെ ലക്ഷണമൊന്നുമല്ല. പൊതുവെ തന്നെ നമ്മൾ പലർക്കും ചാർത്തി കൊടുക്കുന്നതാണ് OCD എന്നുള്ള ലേബൽ. വാസ്തവത്തില് വളരെയധികം വൃത്തിയുള്ള ആളുകളെ പോലും നമ്മൾ OCD ആണ് നിനക്ക് എന്ന് വെറുതെ അങ്ങ് പറയാറുണ്ട്. വാസ്തവത്തിൽ എന്താണ് ഈ OCD അഥവാ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറയുന്നത്? അനിയന്ത്രിതമായിട്ട് അനാവശ്യമായിട്ടുള്ള, അതായത് ഇൻട്രൂസീവ് ആയിട്ടുള്ള അൺവാണ്ടഡ് തോട്ട്സ് കടന്നു വരുന്നതിനെയാണ് നമ്മൾ OCD എന്നുള്ള രീതിയിൽ പറയുന്നത്. ആ OCD അല്ലെങ്കിൽ ആ ഒരു ആങ്സൈറ്റി മാറാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതിനോടനുബന്ധിച്ച് എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കും. കൈ ഭയങ്കരമായിട്ട് വൃത്തികേടായിട്ടാണ് ഇരിക്കുന്നത്, ഒന്ന് കഴുകി രണ്ടാമത്തോട്ട് വീണ്ടും മൂന്നാമത്തോട്ട് വീണ്ടും ഒക്കെ കഴുകിക്കൊണ്ടേയിരിക്കും. റെപ്പറ്റേറ്റീവ് ആക്ഷൻസ് കാണിക്കും. കാരണം ഓരോ തവണ ചെയ്യുമ്പോഴും ഒരു ടെമ്പററി റിലീഫ് മാത്രമാണ് അവർക്ക് കിട്ടുന്നത്. ഇത്തരത്തിൽ അനിയന്ത്രിതമായിട്ടുള്ള ചിന്തകൾ, അതിനോടനുബന്ധിച്ചുള്ള ആവർത്തിച്ച് ചെയ്യുന്ന ചില പ്രവൃത്തികൾ, അത് വൃത്തിയുടെ കാര്യത്തിൽ മാത്രമല്ല പല രീതിയിലും നമുക്ക് ഇത്തരത്തില് അനിയന്ത്രിതമായിട്ടുള്ള ചിന്തകൾ വരാം. അത് നിയന്ത്രിക്കാനായിട്ട് നമ്മൾ ആവർത്തിച്ച് ഒരുപാട് തവണ ഒരേ പ്രവൃത്തി തന്നെ ചെയ്യുകയും ചെയ്തെന്നിരിക്കാം. ഇതൊക്കെയാണ് OCDയുടെ ലക്ഷണം. അല്ലാതെ ഒരാൾക്ക് വൃത്തി കുറച്ച് കൂടുതലാണെന്ന് കരുതി OCDയുടെ ലേബിള് ഇട്ട് കൊടുത്തേക്കരുത്.